സാൻഡ്വിച്ചിൽ ചിക്കൻ കുറവാണെന്ന് പറഞ്ഞപ്പോൾ മറുപടി കത്തി കാട്ടിക്കൊണ്ട്. ഇതൊരു തട്ടുകടയിൽ നടന്ന സംഭവമല്ല. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചിക്കിങ്ങിന്റെ ഔട്ട്ലെറ്റിൽ നടന്ന ഞെട്ടിക്കുന്ന സംഭവമാണ്. ചിക്കിങ്ങിന്റെ ഔട്ട്ലെറ്റിൽ ഭക്ഷണം കഴിക്കുവാൻ കയറിയ വിദ്യാർത്ഥികൾ വാങ്ങിയ ചിക്കൻ സാൻഡ്വിച്ചിൽ ചിക്കന്റെ അളവ് കുറവാണ് എന്ന് ചൂണ്ടിക്കാട്ടി അവർ ജീവനക്കാരനോട് കംപ്ലൈന്റ് ചെയ്തു. അതേ തുടർന്ന് സ്ഥാപനത്തിന്റെ മാനേജർ പ്രശ്നത്തിൽ ഇടപെടുകയും വിദ്യാർത്ഥികളെ അസഭ്യം പറയുകയും ഗുണ്ടായിസം കാണിക്കുകയും ഒടുവിൽ കത്തിയെടുത്ത് അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി സംഗതി വലിയ വാർത്തയായിരിക്കുകയാണ്. അതിന്റെ വീഡിയോയിലേക്ക് ആദ്യം ഒന്ന് പോകാം. ഞാൻ ഇപ്പൊ എടുക്കാൻ തുടങ്ങിയത്. ഇപ്പോ എത്ര നേരം ഞാൻ എടുത്തിട്ടില്ല. പുറത്തേക്ക് വരില്ല, ഇവിടെ ഒന്ന് സംസാരിക്ക്. എന്ത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യം കയറി വരുമ്പോ ഞങ്ങൾ എന്താ പിന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. ഞാൻ ഇപ്പോഴേ എടുത്തത്. ഇപ്പൊ ചൂടായിട്ട് കയറി വരുമ്പോ ഞാൻ എടുത്തത്. ഞാൻ ഇത്ര നേരം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചൂടായി വരുമ്പോ ഞാൻ എന്താ കാണിക്കണ്ടേ? പിന്നെ ഞാൻ ഇപ്പോഴാണ് എടുത്തത്. ഇപ്പോ ഇയാൾ ചൂടായി വരണുണ്ടപ്പോ ഞാൻ ഇത്ര നേരം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ചൂടായി വരുമ്പോ എനിക്കൊന്നിനും വേണ്ടേ? ഞാൻ ഡൗട്ട് ചോദിക്കാൻ വന്നതാണ്. ഞാൻ ചൂടായി ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾ എന്താ ചെയ്യണ്ട? ഇയാള് എന്റെ അടുത്ത് ചൂടായി വരുമ്പോ ഞാൻ എന്തോ ചെയ്യാ? എന്റെ അടുത്ത് പിന്നെ ചൂടായി പിടിച്ച് ഇയാൾ പിടിച്ച് മാറ്റിയതല്ല, അങ്ങോട്ട് കൊണ്ടുപോയതല്ലേ? അതന്നെ ഞാൻ പറഞ്ഞത്. ഇതെന്നെ ഭീഷണിപ്പെടുത്താനല്ലേ? ഈ സ്ഥാപനത്തിന്റെ മാനേജർ ഇദ്ദേഹം എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? നിസ്സാരം 2 വാക്കിൽ സംസാരിച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ അയാൾ വലിയ കോപത്തോടുകൂടി കുട്ടികൾക്കെതിരെ ചാടി വീഴുകയാണ്. അവിടെ വീഡിയോ പിടിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആക്ഷേപം ഉന്നയിക്കുന്നത്. എന്നാൽ ആ കുട്ടികൾ വളരെ മര്യാദയോടുകൂടിയാണ് അതിന് മറുപടി പറയുകയും ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ലളിതമായ ചോദ്യമാണ്. പണം കൊടുത്തു വാങ്ങിയ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം, അതിന്റെ അളവ്, അത് ചോദ്യം ചെയ്യുവാൻ തീർച്ചയായിട്ടും ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അവകാശമുണ്ട്. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്താൽ മറുപടിയായിട്ട് ഭീഷണിയും അക്രമവും ഒക്കെയാണ് നേരിടേണ്ടി വരുന്നതെങ്കിൽ അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുവാൻ കഴിയുക? ഇതൊരു ബ്രാൻഡഡ് മൾട്ടിനാഷണൽ സ്ഥാപനത്തിൽ നിന്നും വന്ന പെരുമാറ്റമാണ്. ഇതിനെ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കുവാൻ സാധിക്കുന്നത്? മാനേജറുടെ ഭാഗത്ത് നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഒരുപക്ഷെ കടുത്ത ജോലി സമ്മർദ്ദവും ദിവസേന നേരിടുന്ന പരാതികളും അവഹേളനങ്ങളെന്ന് തോന്നുന്ന വാക്കുകളും ഇതൊക്കെ ഇവരെ മാനസികമായി തളർത്തുവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്.
ഒരുപക്ഷെ വിദ്യാർത്ഥികൾ ഇതിനു മുൻപ് സംസാരിച്ചിട്ടുള്ള എന്തെങ്കിലും വാക്കുകൾ അയാൾക്ക് പ്രൊവോക്കേഷനായി തോന്നിയിട്ടുമുണ്ടാവാം. എന്നിരുന്നാൽ തന്നെയും ഏതൊരു സാഹചര്യത്തിലും ഇങ്ങനെ കത്തിയൊക്കെ എടുത്തുകൊണ്ട് ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് വെച്ചുപൊറുപ്പിക്കുവാൻ കഴിയുക? ഇത് വെറും ഒരു വാക്കേറ്റമായി ചിത്രീകരിച്ച് അങ്ങനെ തള്ളിക്കളയുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇത് 100% ഒരു ക്രിമിനൽ നടപടി തന്നെയാണ്. ആദ്യമായി പറയേണ്ടത് ഇത്തരമൊരു സംഭവം ചിക്കിങ് പോലെയുള്ള ഒരു വലിയ ബ്രാൻഡിന് ഏറ്റിരിക്കുന്ന കനത്ത ആഘാതമാണ്. കാരണം ഇത് എറണാകുളത്തുള്ള കൊച്ചിയിലുള്ള ഒരു ഔട്ട്ലെറ്റിന്റെ മാത്രം പ്രശ്നമല്ല, മുഴുവൻ ബ്രാൻഡിന്റെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടുന്ന പ്രവൃത്തിയാണ്. ഒരു മാനേജറുടെ അല്പനിമിഷത്തെ ദേഷ്യം വർഷങ്ങളായി പടുത്തുയർത്തിയ ബ്രാൻഡിലുള്ള വിശ്വാസം പോലും ജനങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായി തീരും. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ വഴി വ്യാപകമായി ചർച്ചയായി മാറിയിട്ടുണ്ട്. ആ ചർച്ച തന്നെ ഈ ബ്രാൻഡിന്റെ ഇമേജിനെ തകർക്കുന്നതാണ്. കസ്റ്റമറുടെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ അതിൽ കൂടി ഈ സ്ഥാപനത്തിനുണ്ടാകാൻ പോകുന്ന നഷ്ടം അത് ചില്ലറയൊന്നും ആയിരിക്കില്ല. മാനേജരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള വികാരാവേശത്താൽ കാട്ടിക്കൂട്ടിയ പരിപാടികളാണ്. എന്നാൽ പണം മുടക്കിയവന് ഇത് വരുത്തി വെക്കുന്ന വിന അത് നിസ്സാരമായിരിക്കില്ല. ഉറപ്പായിട്ടും ഈ ഫ്രാഞ്ചൈസിക്കെതിരെ കമ്പനി തലത്തിൽ നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളുടെ ജോലിയുടെ സുരക്ഷയെ പോലും അത് ബാധിക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ഷിപ്രകോപികളെയൊക്കെ മാനേജറായിട്ടും സ്റ്റാഫായിട്ടും ഒക്കെ നിയമിക്കുന്നതിന് മുൻപ് ചില പ്രാഥമിക പാഠങ്ങൾ ഇതിന് മുതൽ മുടക്കുന്ന ആൾക്കാർ പഠിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ ഒന്നാമത്തത്, സ്റ്റാഫിന് കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അത് നിർബന്ധമായും നൽകിയിരിക്കണം. ഒരു പ്രശ്നമുണ്ടായാൽ അത് കൂടുതൽ വഷളാകാതിരിക്കുവാൻ തക്കവണ്ണം സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ രീതിയിലെല്ലാം അത് ചെയ്ത് ആ പ്രശ്നത്തെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പരിഹരിച്ചെടുക്കുവാൻ തക്കവണ്ണമുള്ള ട്രെയിനിങ് അത് ഓരോ സ്റ്റാഫിനും, പ്രത്യേകിച്ച് മാനേജർമാർ എന്ന് പറയുന്ന ആൾക്കാർക്ക് അത്യാവശ്യമായിട്ട് നൽകേണ്ട കാര്യമാണ്. അത് ലഭിച്ചിട്ടില്ലാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് തോന്നുന്നു. അതുകൂടാതെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കസ്റ്റമേഴ്സിന്റെ കംപ്ലൈന്റ് കൈകാര്യം ചെയ്യുവാൻ മാത്രമായിട്ട് ഒരു SOP സംവിധാനം വേണം. എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഒരു സ്ഥാപനത്തിൽ ഒരു പ്രശ്നം വന്നാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന് മുൻകൂട്ടി തയ്യാറാക്കിയ വ്യക്തമായൊരു നടപടിക്രമം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ചിക്കിങ് പോലെ KFC പോലെയൊക്കെയുള്ള മൾട്ടിനാഷണൽ ബ്രാൻഡഡ് സ്ഥാപനങ്ങൾക്ക് ഇത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതില്ലാത്തിടത്തോളം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു സ്റ്റാഫ് അക്രമത്തിലേക്ക് പോകാതിരിക്കുവാൻ, സ്ഥാപനത്തെ നിയമപ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ, ബ്രാൻഡിന്റെ വിശ്വാസ്യത സംരക്ഷിക്കുവാൻ, കസ്റ്റമറെയും സ്റ്റാഫിനെയും സുരക്ഷിതരാക്കി നിർത്തുവാൻ നിലവാരമുള്ള സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള നടപടികളൊന്നുമില്ലാതെയാണ് ഈ സ്ഥാപനത്തിന്റെ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടാൻ പ്രത്യേകിച്ചൊന്നുമില്ല. അവർ പിള്ളേരാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. അങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വകതിരിവോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് ഈ മാനേജർ തസ്തികയിലേക്ക് പ്രതിഷ്ഠിക്കപ്പെടുന്ന ആൾക്കാർ അത്യാവശ്യം ആങ്കർ മാനേജ്മെന്റും സ്ട്രെസ് ഹാൻഡലിംഗ് ട്രെയിനിങ്ങും ഒക്കെ എടുത്തിട്ടായിരിക്കണം വരേണ്ടത്. എന്തായാലും അല്പം ചിക്കനെ കുറിച്ച് സംസാരിച്ചത് ഒടുവിൽ കത്തിക്കുത്തിന്റെ വക്കുവരെയോളം കൊണ്ടുവന്നെത്തിച്ച ഈ മാനേജർക്ക് ഒരു കുതിരപ്പവൻ തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ വീഡിയോ നിമിഷ നേരം കൊണ്ട് വാർത്താ ചാനലുകൾ വൈറലാക്കി മാറ്റിയിരിക്കുകയാണ്. ആ വീഡിയോയുടെ കീഴിൽ വളരെ രസകരമായ ചില കമന്റുകൾ വന്നിട്ടുണ്ട്. അതുകൂടി ഒന്ന് വായിക്കാം. ബ്രോയിലർ കോഴിയെ തൂക്കുന്നത് പോലെ ആ നാറിയെ പിറകിൽ നിന്നും തൂക്കിയവനിരിക്കട്ടെ ഇന്നത്തെ ലൈക്ക് എന്നൊരാൾ പറയുമ്പോൾ, അല്ലെങ്കിലും ഈ ചിക്കൻ റോളിൽ ചിക്കന് വലിയ റോളൊന്നും ഉണ്ടാകില്ല എന്ന് മറ്റൊരാളുടെ രസകരമായൊരു കമന്റ്. വേറൊരാൾ എഴുതിയിരിക്കുന്നത്, ഒരു കഷ്ണം ചിക്കൻ മാത്രമല്ലേ ചോദിച്ചുള്ളൂ, അല്ലാതെ അവന്റെ കിഡ്നി ഒന്നും അല്ലല്ലോ ആവശ്യപ്പെട്ടത്. മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്, ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ കത്തിയെടുക്കുന്നത് ഗുണ്ടകളുടെ സ്വഭാവമാണ്. ഈ ഗുണ്ട എങ്ങനെ അവിടുത്തെ മാനേജരായി മാറി? അതൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ഹക്കീം എന്ന് പറയുന്ന പേരുള്ള ഒരാൾ എഴുതിയിരിക്കുന്നത്, ഈ വിഷയത്തിൽ മാനേജറുടെ ഭാഗത്താണ് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അയാളുടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം ഒരു ക്രിമിനലിൻ്റെതാണ്. ഹോസ്പിറ്റാലിറ്റി എന്താണെന്ന് അയാൾക്കറിയില്ല. ഫുഡ് നോളജ്, ഹോട്ടൽ എക്സ്പീരിയൻസ്, പ്രൊഫഷണൽ ട്രെയിനിങ് ഇതൊന്നും ഇയാൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഒരു പ്രൊഫഷണലേ അല്ല. ഇതുപോലെയുള്ള സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ അത് എങ്ങനെ കീപ്പ് ചെയ്യണമെന്നും പബ്ലിക് റിലേഷൻ എങ്ങനെ നിലനിർത്തണമെന്നും അയാൾക്കറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായത്. ഇത് ഈ സ്ഥാപനത്തെ ഒരുപാട് നെഗറ്റീവായി ബാധിക്കും. യാതൊരു മുതൽ മുടക്കുമില്ലാത്ത ഇവനെ പോലെയുള്ള ഒരാൾ ആ സ്ഥാപനത്തിന്റെ സൽപ്പേര് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. എത്ര അർത്ഥവത്തായ അഭിപ്രായങ്ങളാണ്. അതെ, പണം മുടക്കി ഉണ്ടാക്കിയെടുത്തൊരു സ്ഥാപനം ഒരു മാനേജർ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയാക്കി തീർക്കുകയാണ്. ഇനിയിപ്പോൾ കൊച്ചിയിലെ ഈ ചിക്കിങ് ഔട്ട്ലെറ്റിന്റെ ഭാവി എന്തായി തീരും എന്നുള്ളതാണ് കണ്ടറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് പറയുന്നത്, ഇരന്നു വാങ്ങിയതാണ്. മര്യാദയ്ക്ക് 4 വാക്കുകൊണ്ട് തീർക്കാവുന്ന പ്രശ്നം വലുതാക്കി ഇടിയും വാങ്ങിക്കൂട്ടിയ മൊണ്ണ മാനേജർ. വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.